യെസ് അരുൺ, അവസാന മണിക്കൂറിലെ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ ഷൗക്കത്ത്? സന്ദർശനം ഏകദേശം പൂർത്തിയാവാറായെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ പഞ്ചായത്തിലും പോയോ? എല്ലാ പഞ്ചായത്തിലും പോയി. എങ്ങനെയുണ്ട് പൊതുവിൽ, എങ്ങനെയുണ്ട് ഒരു നല്ല പോളിംഗ്? പിന്നെ പലരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു വർഷകാലമാണ്, പോളിംഗ് കുറയും. കാരണം നമ്മൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷൻ സാധാരണ ബൈ ഇലക്ഷനൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുമെന്നൊരു പ്രഡിക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് അതിനെയൊക്കെ അതിജീവിച്ച് നല്ല പോളിംഗ് ശതമാനം മറികടക്കും തോന്നുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും ഒരു പോളിംഗ്, എല്ലാ പഞ്ചായത്തിലും നല്ല പോളിംഗ്. അമരമ്പലത്താണ് ഏറ്റവും നല്ല പോളിംഗ്. ഇപ്പം അവിടെയൊക്കെ പോളിംഗ് ഉണ്ടാവും. ഞാൻ ആ സമയത്ത് കണ്ടപ്പോൾ അമരമ്പലം മൂത്തയുടെ നല്ല പോളിംഗ്. അമരമ്പലം സൗത്തിൽ 82%, 82% പോളിംഗ്. നമ്മുടെ വോട്ടറെല്ലാം വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും UDFൻ്റെ വോട്ടുകളൊക്കെ അരിച്ച് പെറുക്കി എടുത്തിട്ടുണ്ട്. ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ട്, ഒരു സംശയവും കാര്യത്തിലില്ല. ഇതാണ് ഈ അവസാന മിനിറ്റുകളിലെ UDF സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. ചരിത്ര വിജയത്തിലേക്ക് UDF നീങ്ങുന്നുവെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പൂക്കോട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും പോയതായി അദ്ദേഹം അവകാശപ്പെടുന്നു. അരിച്ചു പെറുക്കിയെടുത്ത് UDF വോട്ടുകൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. നേരത്തെ M സിറാജിനോട് അനീഷ് സംസാരിച്ചപ്പോൾ അദ്ദേഹവും സമാനമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. അതായത് തങ്ങളുടെ എല്ലാ വോട്ടുകളും എത്തുന്നു, വലിയ പോളിംഗിലേക്ക് പോകുന്നു. അമരമ്പലം സൗത്തിലൊക്കെ 80%, 82% കഴിഞ്ഞ് പോളിംഗ് മുന്നോട്ട് പോയി എന്നാണ് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ പോളിംഗ് ഉണ്ടാകുന്നു. മഴക്കാലമാണ്, അതിശക്തമായ മഴയുണ്ടായിരുന്നു. മഴ ഈ പോളിംഗ് ശതമാനത്തെ കുറയ്ക്കുമോ അല്ലെങ്കിൽ പോളിംഗ് തടസ്സപ്പെടുത്തുമോ തരത്തിലുള്ള ആശങ്കകളുണ്ട്. എല്ലാ ആശങ്കകളും അസ്ഥാനത്തായിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗിലേക്കാകാം ഒരുപക്ഷെ ഈ അന്തിമ കണക്കെടുപ്പ് നീങ്ങുക. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുള്ള മറികടന്നുള്ളൊരു പോളിംഗ് ശതമാനത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഇനിയുള്ള മിനിറ്റുകൾ, ബാക്കിയുള്ള ശേഷിക്കുന്ന സമയത്തു കൂടി സ്ഥാനാർത്ഥികൾ പരമാവധി ആളുകൾ ഏതാണ്ട് അരമണിക്കൂറിലേറെ ഇനിയും അവശേഷിക്കുന്നു. 36 മിനിറ്റോളമുണ്ട് നിശ്ചിത സമയം അവസാനിക്കാൻ. അതിനുശേഷവും എവിടെയെങ്കിലും ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ 6 മണിവരെ പോളിംഗ് സ്റ്റേഷൻ്റെ പോളിംഗ് ബൂത്തുകളുടെ കോമ്പൗണ്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ എത്ര വൈകിയാലും വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം. ആ രീതിയിൽ ആ വോട്ടിംഗ് അനുവദിക്കും. ഏതായാലും വലിയ ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥിയും പ്രകടിപ്പിക്കുന്നു. LDF സ്ഥാനാർത്ഥിയും അതേ ആത്മവിശ്വാസമാണ് ഈ അവസാന മിനിറ്റുകളിൽ, മണിക്കൂറുകൾ പോലും പറയാൻ കഴിയില്ല, മിനിറ്റുകളിൽ പ്രകടിപ്പിക്കുന്നത്. അതിശക്തമായ പോളിംഗ് ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന് ഈ ഘട്ടത്തിൽ ഒന്നും വ്യക്തമായി പറയാൻ കഴിയാത്തതാണ്. 3 മുന്നണികൾ, അതിനുമപ്പുറത്തേക്ക് PV അൻവർ എന്ന മുൻ MLA സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണം, ആ പ്രചരണങ്ങൾ അതേപടി ജനം ഏറ്റെടുത്തിരിക്കുന്നു. വലിയ പോരാട്ടം. മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അഭ്യർത്ഥന, ആഹ്വാനങ്ങൾ ജനങ്ങൾ, നിലമ്പൂരിലെ വോട്ടർമാർ ശരിവച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അത് അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായൊരു പോളിംഗിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നത്. സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലൊരു പോളിംഗ് ശതമാനം പോകേണ്ടത് അല്ല. നേരത്തെ ആര്യടൻ ഷൗക്കത്തിന് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. ആ ജനങ്ങൾ ഒരു വിമുഖത കാണിച്ചിരുന്നു വോട്ടിങ്ങിനോട്, ഒരു ഉപതെരഞ്ഞെടുപ്പിനോട്. പക്ഷേ നിലമ്പൂരിൽ അതുണ്ടാകുന്നില്ല. നിലമ്പൂരിൽ അതിശക്തമായ പോളിംഗ് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന സൂചനകളാണ് ഈ അവസാന മിനിറ്റുകളിൽ പുറത്തു വരുന്നത്. ഇനി അന്തിമ കണക്കെടുപ്പിൽ എത്ര ശതമാനം വോട്ടിംഗ് നടന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഏതായാലും കഴിഞ്ഞ വർഷത്തെ മറികടക്കുന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് നിലമ്പൂർ പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്ന. അവസാന മിനിറ്റുകളിലും വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നുണ്ട്, ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. ഇനിയുള്ള സമയത്തു കൂടി പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ നടത്തിയിട്ടുമുണ്ട്. പരമാവധി ആളുകളെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം ഉറപ്പാണ് അഭിലാഷ്, ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എടുത്തൊരു എഫർട്ടുണ്ട്. പരമാവധി വോട്ടർമാരെ, തങ്ങളുടെ വോട്ടർമാരെ, തങ്ങൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ. പുതിയ വോട്ടർമാർ 7000-ഓളം ഉണ്ട്. അവരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ ഫലം കാണുന്നു. ആ രീതിയിലെങ്കിലും ഫലം കാണുന്നു എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ശതമാനത്തിൻ്റെ കുതിപ്പ് കാണുമ്പോൾ മനസ്സിലാക്കാം. വോട്ടർമാരുടെ വലിയ നിര ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായതിൽ പോലും രാവിലെ തന്നെ പരമാവധി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പുതിയ ക്രമീകരണവും അതിനൊരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാകാം. 1200 വോട്ടർമാർ കൂടുതൽ ഒരു ബൂത്തിനും വേണ്ട എന്നൊരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അങ്ങനെ വന്ന ബൂത്തുകളെ സ്പ്ലിറ്റ് ചെയ്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഭജിച്ചു. അതുകൊണ്ട് തന്നെ കൂടിയാകാം ഈ ഒരു വലിയ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരിടത്തും അനുഭവപ്പെടാത്തത്. ശക്തമായ മഴ ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക സ്ഥാനത്തായിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഉണ്ടായിട്ടില്ല. ഇടവിട്ട് പെയ്യുന്ന ചെറിയ മഴ മാത്രമായിരുന്നു ഒരു
തടസ്സമായി നിന്നത്. പക്ഷേ അതുമൊക്കെ മറികടന്നുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക് വിജയപ്രതീക്ഷയാണ്. ഈ അവസാന മിനിറ്റുകളിലും ഈ അവസാന നിമിഷങ്ങളിലും വിജയപ്രതീക്ഷയാണ്. ഈ പോളിംഗ് ശതമാനത്തിലെ വർധന, ജനം കൂട്ടത്തോടുകൂടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് തങ്ങൾക്ക് വോട്ട് ചെയ്യാനാണെന്ന് സ്ഥാനാർത്ഥികളും മുന്നണികളും ഇപ്പോഴും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ അവസാന നിമിഷം അവകാശവാദം കൈവെടിയാൻ അവർ തയ്യാറാകുന്നില്ല. ഇനിയുള്ള മിനിറ്റുകൾ കൂടി, അവശേഷിക്കുന്ന സമയം കൂടി ബാക്കി വോട്ടർമാരെ കണ്ട് ബൂത്തുകൾ സന്ദർശിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഏതായാലും കേരളം ഏറ്റവും അധികം ആകാംക്ഷയോട് കാത്തിരുന്ന, ഏറ്റവും അധികം നിർണായകമായ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നായി നിലമ്പൂർ മാറുമെന്നുറപ്പാണ്. പലരെയും വാഴ്ത്താനും പലരെയും വീഴ്ത്താനും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാരണമാകും എന്നുള്ളതും ഉറപ്പാണ്. ആ വീഴുന്നവർ ആര്, വാഴുന്നവർ ആര് എന്ന് 23-ാം തീയതി ഏതാണ്ട് 10 മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും. അതിനു മുമ്പ് ഇനിയുള്ളത് കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ്. ഈ വോട്ടെടുപ്പ് അവസാനിച്ചാൽ അപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ടുകളുമായി ഇരിക്കും. എത്ര വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും, തങ്ങളുടെ മേഖലകളിൽ വോട്ടുകൾ വിചാരിച്ച പോലെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ഏകദേശ ധാരണ ഈ അവസാന മിനിറ്റുകൾ അവസാനിക്കുമ്പോൾ അധികം വൈകാതെ ആ പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ടുകളിലൂടെ ഏറെക്കുറെ മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയും. അത്ര അധികം അങ്ങനെ ആ പരിചയസമ്പത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വമാണ് ഈ 3 മുന്നണികൾക്കും. അതുപോലെ തന്നെ PV അൻവറിന് സുരക്ഷ സ്വയം അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു എഫർട്ട് ഉണ്ടാകേണ്ടി വരും. അതിനപ്പുറത്തേക്ക് മറ്റു 3 മുന്നണികളും അതിന് കെൽപ്പുള്ളവരാണ്. അങ്ങനെ ഈ കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ് ഇനി. അപ്പോഴും അവകാശവാദങ്ങൾക്ക് കുറവുണ്ടാകില്ല. വോട്ടെണ്ണി വിജയെ പ്രഖ്യാപിക്കുക തൊട്ട് മുമ്പ് വരെ 4 സ്ഥാനാർത്ഥികളും അവകാശവാദവുമായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിൽ ഒരാൾ വിജയിക്കും. അതാര് എന്ന് അറിയേണ്ടതുണ്ട്. PV അൻവർ റോൾ എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ, എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്, എന്താണ് PV അൻവർ, ആരുടെ സാധ്യതകളാണ് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കറുത്ത കുതിരയായി PV അൻവർ മാറുമോ? ഏറ്റവും പുതിയ വിവരം പങ്കുവയ്ക്കാനുള്ളത് 70% മുകളിലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 70% മുകളിൽ പോളിംഗ് എത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും പൊതുവെ വിലയിരുത്തിയിരുന്ന സാഹചര്യം ഉണ്ട്. ഇപ്പോഴിതാ 70% മുകളിലേക്ക് എത്തുന്നു പോളിംഗ് എന്നത്. 70.76 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അരുൺ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത ഒരു എഫർട്ട് അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിലുള്ള പ്രവർത്തനം 24 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഏപ്രിലിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, അപ്പോഴേ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട വോട്ട് ചേർക്കൽ, പുതിയ വോട്ടർമാരെ ചേർക്കൽ, വോട്ട് നീക്കം ചെയ്യൽ, മാറിപ്പോയവരുടെ അതുപോലെ മരിച്ചവരുടെയൊക്കെ വോട്ടുകൾ നീക്കം ചെയ്ത് തുടങ്ങി കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ മുന്നണികൾക്ക്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾക്കും ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. PV അൻവറിന് ഒരുപക്ഷെ ഒരു ആശങ്ക ഉണ്ടായിരുന്നേക്കാം. ഏത് മുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹം UDF-മായി സഹകരിച്ചു പോകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. UDF തന്നെ സഹകരിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. താൻ പറഞ്ഞ VS ജോയിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കണക്കുകൂട്ടൽ ഒരുപക്ഷെ അവിടെ തയ്യാറെടുപ്പുകൾ PV അൻവറിനെ പിഴച്ചിരിക്കണം. പക്ഷേ PV അൻവറിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. 9 വർഷം ഇടതു മുന്നണിയുടെ MLA. അതാണ് അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് നിലമ്പൂർ വേദിയായത്. 3 ആഴ്ച നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം, പ്രധാനപ്പെട്ട മുന്നണികളുടെ നേതാക്കളെല്ലാവരും അണിനിരന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആ പ്രചാരണത്തിൽ പ്രത്യേകിച്ച് ഇനി കേവലം മാസങ്ങൾ മാത്രമേ ഒരു സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകാനുള്ളൂ. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ MLA ആയാലും മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും നിലമ്പൂരിലെ ജനത ഈ ഉപതെരഞ്ഞെടുപ്പിനെയും വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് വേണം ഈ വോട്ട് ശതമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. നമുക്ക്